ശ്രീ രാജഗോപാൽ, പത്മകുമാറിന്റെ സീനിയോറിറ്റി, അദ്ദേഹത്തിന്റെ മുൻകാല രാഷ്ട്രീയ പാരമ്പര്യം താങ്കൾ നേരത്തെ വിശദീകരിച്ചു. പക്ഷേ നിലവിലെ കേസിൽ പത്മകുമാറിനെതിരെ നടപടി എടുക്കാതിരിക്കാൻ CPM സാധിക്കുമോ? കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് ആണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം സ്വന്തം ഇനീഷ്യേറ്റീവിൽ, അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ ബോർഡിന്റെ മിനിറ്റ്സിൽ നടത്തിയിട്ടുള്ള മാറ്റം എന്നുള്ളത് രേഖയാണ്, അതവിടെ നിൽക്കുകയാണ്. അതാണ് ഈ സ്വർണ്ണ കവർച്ചയ്ക്കിടയാക്കിയ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ പത്മകുമാറിനെ ആരായാലും പത്മകുമാറിനെ ഡിഫെൻഡ് ചെയ്യാൻ CPM കഴിയുമോ? കഴിയില്ലല്ലോ, അത് കഴിയില്ല. പാർട്ടി തന്നെ തെളിയിച്ചിട്ടില്ലേ? പാർട്ടി തന്നെ തെളിയിച്ചിട്ടുണ്ടല്ലോ. സംസ്ഥാന കമ്മിറ്റി വിഷയം വന്നപ്പോൾ, സമിതി വിഷയം വന്ന സമയത്ത് അദ്ദേഹം പാർട്ടിയുമായിട്ട് പ്രത്യക്ഷമായിട്ട് ഒരു ചെറിയ യുദ്ധത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചിലരെ അവിടെ സമിതിയിലേക്ക് കൊണ്ടുവന്ന് ക്ഷണിതാക്കളൊക്കെയായിട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പാർട്ടി നടപടിയെടുത്തല്ലോ. പാർട്ടി നടപടിയെടുത്തു, പക്ഷേ വളരെ മൈൽഡായിട്ടുള്ള നടപടിയാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ജില്ലാ കമ്മിറ്റി തുടരുന്നുണ്ട്. അപ്പോൾ നടപടിയെടുക്കും, പാർട്ടിക്ക് കാര്യത്തിൽ ഭയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അഭിലാഷ് കണ്ണൂരിൽ നിൽക്കുന്നത് കൊണ്ടും ഈ ചാത്തുണ്ടിയും അസ്രയൊക്കെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത്, ഈ നമ്മുടെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായൊരനുഭവം, ഒരു മുൻ അനുഭവം എന്ന് പറയുന്നത്, പാർട്ടി എന്താണ് ആലോചിക്കുന്നത്, പാർട്ടി ആലോചിക്കുന്ന തീരുമാനങ്ങൾ, നടപടികളൊക്കെ ആലോചിക്കുമ്പോൾ പാർട്ടി മനസ്സിൽ കാണുമ്പോൾ അത് മരത്തെ കാണുന്നൊരു രീതി, അത് പത്മകുമാറിന് പണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടും അത്തരം ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു, അതിൽ അറിവുണ്ടായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. 1998 എനിക്ക് തോന്നുന്നത്. 98 O ഭരതനെ CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പുറത്താക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പത്തനംതിട്ട വെച്ച് തന്നെയാണ് സംഭവിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന O ഭരതനെ അറിയാമല്ലോ. കണ്ണൂരിൽ നിന്ന് MLA ആയിട്ടുണ്ട്, വടകരയിൽ നിന്ന് MP ആയിട്ടുള്ള സമുന്നതനായ നേതാവാണ് അദ്ദേഹം. CITU രൂപീകരിച്ച കാലം മുതൽ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വളരെ പ്രമുഖനാണ്, വളരെ തലയെടുപ്പുള്ള നേതാവാണ് അദ്ദേഹം. ആ ഭരതനെ പത്തനംതിട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. ഔദ്യോഗികമായിട്ട് പുറത്താക്കുകയാണ്. പിന്നീട് അദ്ദേഹം അങ്ങനെ ഒരു സജീവമായിട്ട് കണ്ടിട്ടുമില്ല രാഷ്ട്രീയത്തിൽ. 98 തോന്നുന്നത്. ഈ സംഭവം ഒരിക്കലും ഞാൻ സമ്മേളനം നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ പെട്ടെന്ന് ചുരുക്കി അങ്ങ് പറയാം, സമ്മേളനം നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്മകുമാർ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഞാൻ പത്മകുമാറെ, ഞാനിങ്ങനെ, നിങ്ങൾക്ക് നല്ല ജോലിയാണല്ലോ, നല്ല പണിയാണല്ലോ വരുന്നത്, CITU സംസ്ഥാന സമ്മേളനമാണല്ലോ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പത്മകുമാർ പറഞ്ഞത്, എനിക്കല്ല പണി വരുന്നത്, ചില പണികളൊക്കെ ചിലർക്കൊക്കെ വരുന്നുണ്ട്, അതൊക്കെ പിന്നെ കാണാം എന്നൊക്കെ ഒരു വാക്ക്, ഈ നമ്മളെ മുമ്പേ പറഞ്ഞതുപോലെ ദൈവതുല്യരെന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു കാഷ്വൽ ടോക്കൺ നടത്തിയിട്ട് ഇദ്ദേഹം പോയി. ഞാൻ പിന്നെ പത്മകുമാർ ആയതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചു. പിന്നീട് ഞാൻ ചോദിച്ചു, എന്തുവാ നിങ്ങൾ ഉദ്ദേശിച്ചത്, എന്താ സംഭവം എന്താണെന്ന് ചോദിച്ചു. അല്ല, എന്തൊക്കെയോ ചില ചർച്ചകൾ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയൊക്കെയോ എന്തൊക്കെയോ ചില സാധനങ്ങൾ, സൂചനകൾ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ എന്തൊക്കെയോ ചില സംഭവങ്ങൾ ഉരുണ്ട് കൂടുന്നുണ്ട് പാർട്ടിക്കകത്തുനിന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെയുള്ള വാക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ്, ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ O ഭരതനെതിരെയാണ് ഈ നീക്കം നടക്കുന്നതെന്നുള്ളത്. സത്യം പറയാൻ എനിക്കന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. O ഭരതനെ പോലെ ഒരാളിനെതിരെ നടപടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. പക്ഷേ പത്മകുമാർ അറിയാമായിരുന്നു. അത് തന്നെ സംഭവിച്ചു. O ഭരതൻ പാർട്ടിയിൽ നിന്ന് അത് പുറത്താകുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പത്മകുമാറിൻ്റെ ആ നീക്കം, അത് പലരും പാർട്ടിക്കകത്തിൽ അന്ന് ഈ രഹസ്യങ്ങൾ പുറത്തു പറയാൻ പലരും മടിക്കുന്ന കാലത്തും, പാർട്ടിയിൽ നിന്ന് നമുക്ക് അങ്ങനെയൊക്കെയുള്ള സോഴ്സുകളൊന്നും ഇല്ലാതിരുന്ന കാലത്തും അവിടെ ഇവിടെയൊക്കെ ചില തൊട്ടും തൊടിയിച്ചും ഒക്കെ ഇങ്ങനെ നടത്താനുള്ളൊരു കഴിവ് പത്മകുമാറിനുണ്ട്. അത് ഇന്നർ പൊളിറ്റിക്സിനെ കുറിച്ച് നല്ല ബോധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്.